അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ അഅതിനാ അൽ-ഇഖ്ലാസ് വസ്ദദ് ഈമാനനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബാറക്കല്ലാഹു ഫീ അഖി അൽ കരീം. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനനായ ഖതീബ് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ഏറെ മഹത്തായ ഒരു മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റമദാനിനെ മൂന്നായി നമ്മൾ ഭാഗിക്കുകയാണെങ്കിൽ ആദ്യ മൂന്നിൽ ഒന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയായുള്ളത് സുലുസാൻ, മൂന്നിൽ രണ്ട് മാത്രമാണ് റബ്ബിൻ്റെ തൗഫീഖിനാൽ നമുക്ക് ബാക്കിയിട്ടുള്ളത്. വകുല്ലു യൗമിൻ യമുറു സരീഅൻ കമാ വസഫല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട് റമദാനിനെ കുറിച്ച്, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളാണ് റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാഹ് എണ്ണപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദിനങ്ങൾ എണ്ണിയെടുക്കാവുന്ന സുഖത്തിൽ നമ്മളിൽ നിന്ന് അത്രയും എളുപ്പത്തിൽ നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് മാലിക് ബിനുൽ ഹുവൈരിസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഈദൽ മിമ്പർ, റസൂലുള്ള മിമ്പറിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ള മിമ്പറിലേക്ക് കയറുകയുണ്ടായി. ആ സമയത്ത് മലക്ക് ജിബ്രീൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി, അല്ലയോ റസൂലെ, ഒരാൾക്ക് മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹ് ഫഅബ്അദഹുല്ലാഹ്, ഒരാൾക്ക് റമളാൻ ലഭിക്കുകയും എന്നിട്ട് ആ റമളാൻ മുഖേന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് അവൻ അകന്നു പോകട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റമളാൻ എന്നുള്ളത് പാപമോചനത്തിൻ്റെ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് പാപമോചനം തരാൻ തയ്യാറാണ്. നമ്മൾ ചോദിക്കാൻ എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ചോദിക്കണം അള്ളാഹിനോട്. ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമെന്നുള്ളതാണ് ഈ ഒരു ഹദീസ് നമ്മളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഹദീസുല്ലദീ റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലിമൻ അളാഅ ഫുർസത റമളാൻ ബർറൽ വാലിദൈൻ അവ സ്വലാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ എന്ന ഏറ്റവും സുന്ദരമായ ചാൻസ്, ഫുർസത്ത് നമ്മൾ പായാക്കി കളഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ദുആ ആണ്. റസൂലുള്ള ആമീൻ പറഞ്ഞാൽ അല്ലാഹു അതിന് ആ ദുആയിന് തള്ളിക്കളയൂല, നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ ഖതീബ് ഇടയ്ക്കിടയ്ക്കേ ആവർത്തിച്ച് സൂചിപ്പിച്ച വിഷയമാണ് അക്സിർ മിനത്വാഅ, അള്ളാഹുവിനുള്ള ത്വാഅത്തിന്, അനുസരണക്ക്, ഇബാദത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഈ ഒരു മാസത്തിൽ തുഫത്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറന്നിടപ്പെടുന്ന മാസമാണ്. വതുഗ്ലഖു അബ്വാബുന്നാർ, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. വതുസഫദു ശയാത്തീൻ, ശൈത്താനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടുന്ന മാസമാണ്. വയുനാദി കുല്ല ലൈല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകൾ എല്ലാ രാത്രിയിലും ആകാശത്തു നിന്ന് വിളിച്ചു പറയുമെന്നാണ്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വിളിച്ചു പറയുമെന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് റമളാൻ നമ്മളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തൻ്റെ തബ്സിറ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖബറിലുള്ള ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയൂ എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുമായിരുന്നു, അവരവരുടെ ആഗ്രഹം പറയുമായിരുന്നു.
അവരുടെ ആഗ്രഹമായിട്ട് അവർ പറയും, ഞങ്ങൾക്ക് റമദാനിലെ ഒരു ദിവസമെങ്കിലും ഒന്നുകൂടി കിട്ടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് മരിച്ചു കിടക്കുന്ന ഖബറുള്ള ആളുകൾ പറയുമെന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർക്ക് എങ്ങനെ അങ്ങനെ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പറയാം, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, റമദാനത്തെ ഒരു ദിവസം മതി എന്ന് മരിച്ചെടുക്കുന്ന ആൾക്കാർ വരെ അങ്ങനെയാണ് ആഗ്രഹിക്കാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുക എന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് അത്രയും നമ്മുടെ മുന്നിലുള്ളത്, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും വലിയ ഗോൾഡൻ ചാൻസിലൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാനാണ്. ആ ഒരു ഇബാദത്ത് ഈ മാസത്തിൽ പ്രത്യേകം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു മാസത്തിൽ മറ്റു പല ശുഗലുകളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഈ ഒരു ഫുർസത്തിനെ, ഈ ചാൻസിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തെ ധാരാളമായി കൊണ്ട് നമ്മൾ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ 10 നോമ്പ് പൂർണ്ണ തോതിൽ തന്നെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ അയുക്കുകളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ കഴുകിക്കളയുമാറാകട്ടെ. അല്ലാഹുമ്മ ബഅഇദ് ബൈനി ബൈനനാ വ ബൈന ഖതായാനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹു ഈ റമദാൻ മാസത്തിൽ ഞങ്ങളെ ഖൽബിനെ നീ തഖ്വ കൊണ്ട് നിറച്ചു തരണം യാ റബ്ബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. ആ തിരക്കിനിടയിലും നിനക്കുള്ള ത്വാഅത്തിന്, ഇബാദത്തിന് സമയം കണ്ടെത്തുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ നാഥാ. അല്ലാഹു ഈ റമദാൻ കഴിയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റമദാൻ കഴിയുമ്പോൾ മുഴുവൻ പാപവും കഴുകിക്കളയപ്പെട്ട ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها.